ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു. ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് ചെയ്തു, കോർട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കും. എലിസബത്ത് ഉദയന്റെ ബാലയുടെ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എലിസബത്തിന്റെ ഇന്നലെ ഒരു പുതിയൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പുറത്ത് വന്നതോടുകൂടി തന്നെ നിലവിൽ എലിസബത്തിന്റെ സിറ്റുവേഷൻ എത്രത്തോളം മോശമാണ് എന്ന് നമുക്ക് അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിയമസഹായത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കയറിയിട്ട് പോലും യാതൊരുവിധ നിയമസഹായങ്ങളും എലിസബത്തിന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് കിട്ടാത്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ പണ്ട് ഇവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എലിസബത്ത് വെറുതെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല, നിയമത്തിൻ്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നീതി കിട്ടത്തുള്ളൂ എന്ന് തന്നെയായിരുന്നു ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എലിസബത്ത് അവസാനം നീതി തേടിയിട്ട് നിയമത്തിൻ്റെ അടുത്ത് പോയപ്പം പോലും എലിസബത്ത് കൊടുത്ത കേസ് ഒരു മനുഷ്യരും എടുത്തിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഇതുവരെ നമുക്കാർക്കും അറിയില്ല. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ബാലയാണെന്ന് തരത്തിലേക്കാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ആത്മഹത്യ ശ്രമമാണെന്നൊക്കെയാണ് നിലവിൽ പുറത്ത് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്. എന്തായാലും നമുക്ക് ആദ്യം എലിസബത്തിൻ്റെ വീഡിയോ ഒന്ന് കാണണം. ഹായ്, എലിസബത്താണ്. നിങ്ങളുടെ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും. അതായത് മാനസികമായിട്ട് എത്രത്തോളം ഈ ഒരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കാവോ അത്രത്തോളം അയാളുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് പലതരത്തിലുള്ള ത്രെറ്റനിങ് വീഡിയോസ് എന്ന്, പലതരത്തിലുള്ള ഭീഷണി. ഇത് പണ്ടും എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. അതിനുശേഷം എലിസബത്ത് പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. ഇപ്പം എലിസബത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൻ്റെ പേരിലാണ് ഇത്രയും വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അല്ലാത്ത പക്ഷം പുള്ളിക്കാരത്തി പറയുന്നതൊന്നും ഒരു മനുഷ്യരും ചെവി കൊള്ളത്തില്ലായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് ഒരുപാട് അഡ്വക്കേറ്റ്സ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എലിസബത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ നിൽക്കും, ഞങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിന്നിട്ട് പോലും ഒരു മനുഷ്യരെ ഞാൻ എവിടെയും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണല്ലേ. ഇവിടെ ബാല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കാശുണ്ട്, അത്യാവശ്യം നല്ല പിടിപാടുണ്ട്, അതുകൊണ്ട് അങ്ങേർക്ക് എന്തും കാണിക്കാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പം കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാം വലിയ ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. കൗണ്ടർ കേസിനകത്ത് കല്യാണം പോലും നടന്നിട്ടില്ല, എല്ലാം വ്യാജമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇയാളല്ലേ എല്ലാവരെയും അറിയിപ്പിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചത്? വന്നിരുന്ന് നാടകം കളിച്ചല്ലായിരുന്നോ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിരുന്നിട്ട്? എന്നിട്ട് ഇയാൾക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഇയാളുടെ പേരിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് പോലും ഒരു കേസ് പോലും എടുക്കാത്തത്? പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് വിവാഹ തട്ടിപ്പാണ് നടത്തിയത്. ഇവിടെ വേറെ ഏതെങ്കിലും സാധാരണപ്പെട്ട ആളായിരുന്നെങ്കിൽ എപ്പോഴേ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേനെ. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം വരാത്തത്? ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലൈൻറ്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം DYSP ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു, പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, ഇയാളും പ്രസൻ്റ് ആയില്ല. ലാസ്റ്റ് കേട്ടല്ലോ, മുഖ്യമന്ത്രിക്കൊക്കെ വരെ പരാതി കൊടുത്തിട്ടും ഒരു തേങ്ങ ഇവിടെ ആയിട്ടില്ല എന്ന്. എന്തോന്നടേ ഇത്? ശരിക്കും ഒരു സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ട് വന്നിരുന്ന വീഡിയോ ഇടുവാണ്. അതായത് എനിക്ക് ഒരു തരത്തിലും ഒരു നീതിയും ഈ പറയുന്ന നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ. ഇവിടെ നമ്മുടെ നാട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും പല ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തെല്ലാം പ്രഹസനങ്ങളാണ് കാണിക്കുന്നത്. അതേപക്ഷം ഇവിടെ ഇത്രയും വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഉണ്ടായിട്ട് പോലും നമ്മുടെ നിയമമൊക്കെ നോക്കുകുത്തിയായിട്ട് നിൽക്കുവാണ്.
ഈ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എലിസബത്തിനെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട്, മറ്റേ അഹമ്മദാബാദ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എലിസബത്തിന് ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്നും എടുത്തു വെച്ച് ഞാൻ കാണിക്കുന്നില്ല, കാര്യം ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരു മനുഷ്യൻ. പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസന്റ് ചെയ്ത് എന്താ ആകെ ലോയർ മാത്രമേ പ്രസന്റ് ചെയ്തത്. അത് കൗണ്ടർ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോട്. തീരെ കാശില്ലാത്ത പോലെയാണ് കൗണ്ടർ പെറ്റീഷനകത്തൊക്കെ ഫയൽ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ നാട് നീളെ അന്നദാനം നടത്തുന്നു, അതും പോരാഞ്ഞതിന് 250 കോടി ആസ്തിയുള്ളവനാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുത്തൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? കോടതിയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമല്ലായിരുന്നോ? ഇത്രയും തെളിവുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ പുറത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ഒരു മനുഷ്യൻ്റെ പേരിൽ കേസ് എടുക്കുന്നില്ല? അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. 250 കോടിയുള്ള ആള്, പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുകയെന്ന് ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു. സത്യമാണ്, ഞാൻ ഉൾപ്പെടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കാണ് പ്രയോറിറ്റി എന്ന്. അല്ലേ, നമ്മുടെ നാട്ടിൽ വ്യാജമായിട്ട് പരാതി കൊടുക്കുന്ന ഓരോരുത്തരെ നമുക്കറിയാം അല്ലേ. അതായത് പെണ്ണുങ്ങൾ വ്യാജമായിട്ട് പരാതി കൊടുത്തിട്ട് വരെ പോലീസുകാർ ഇവിടെ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കേസിൽ ഇത് ജെനുവിനായിട്ടുള്ള ഒരു കേസാണ്. അപ്പം ഈ ഒരു കേസിൽ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അതിനകത്ത് പറയേണ്ടത്? ചീഫ് മിനിസ്റ്ററിനെ കംപ്ലൈൻറ്റ് ചെയ്തു, കോർട്ടിൽ കംപ്ലൈൻറ്റ് ചെയ്തു. എൻ്റെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ സംഭവം എന്താണ്. ഹോസ്പിറ്റലാണ് കിടക്കണേ. ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കാം. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം, ഹിസ്റ്ററി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എല്ലാം നോക്കാം. ചാവാണെങ്കിൽ ഈ ഒരാൾ മാത്രമേ കാരണമുള്ളൂ. എന്നെ ചീറ്റ് ചെയ്തു, പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, മീഡിയയിൽ ഡിഫെയിം ചെയ്തു. എത്രത്തോളം ഒരു സ്ത്രീയെ തകർക്കാമോ അത്രത്തോളം എല്ലാം തകർത്തിട്ടുണ്ട്. കഷ്ടം തോന്നുന്നു എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുറേ നാളുകൾക്ക് മുന്നേ എലിസബത്തിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. മാനസികമായിട്ട് എത്രത്തോളം തളരാൻ പറ്റുന്നോ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം സ്റ്റേജ് ആയിട്ടുണ്ടായിരുന്നത്. അത് പലപ്പോഴും പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളായിരുന്നുള്ളൂ. ഇത്തരത്തിലൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ട് പിന്നെയും വീണ്ടും പഴയ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. ഇതെനിക്ക് തോന്നുന്നു ആത്മഹത്യ ശ്രമം കണ്ടാണ് അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേരിൽ കേസ് എടുക്കണം. കാര്യം ഇതൊരു മൊഴിയാണ്, അറിയോ, ഇതൊരു ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കൊടുക്കുന്ന ഒരു മൊഴിയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ. അയാൾ ഒറ്റയൊരുത്തനാണ് കാരണക്കാരനെന്ന്. ഇത് വെച്ചെങ്കിലും അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അയാൾ അവിടെ ഒരു കുഴപ്പവുമില്ലാതെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളും അന്നദാനം പല പല കാര്യങ്ങളായിട്ട് അയാൾ ഇങ്ങനെ നടക്കുന്നത്. അയാൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. അയാൾ മാത്രമല്ല, അയാളുടെ ഫാമിലി മൊത്തം. എങ്ങനെയെങ്കിലും ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുകയെന്ന്. പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നതൊക്കെ ഇപ്പോൾ തോന്നുന്നത് കാശ് ഉണ്ടോ, കാശില്ലേ, ആരാണ് വലുത് എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണതെന്ന് ഞാൻ വിചാരിക്കണേ. ഇത് പോസ്റ്റ് ചെയ്ത് എന്താവും എൻ്റെ അവസ്ഥ എന്നെനിക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന വ്യക്തി ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എത്ര ഹാപ്പി ആയിട്ടായിരുന്നു വീഡിയോയ്ക്കകത്തൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നത് എലിസബത്ത്. നിങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ ചെന്ന് നോക്കിയാൽ മതി. അതിനുശേഷം പതുക്കെ എലിസബത്തിനുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
അത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു കുട്ടി. എന്തായാലും ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഇനിയെങ്കിലും നമ്മുടെ നിയമം നോക്കുകുത്തിയായിട്ട് നിൽക്കരുതേ എന്നാണ് ഞാൻ പറയണത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.